അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില 250 രൂപ കടന്നിട്ടും ആഭ്യന്തര വിപണിയിൽ വില ഉയരാത്തത് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. 2024 ഓഗസ്റ്റിന് ശേഷം ആദ്യമായാണ് അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില 250 രൂപ കടക്കുന്നത്. ബാങ്കോങ്ങിൽ വില 264 രൂപ വരെ ഉയർന്ന് ഇപ്പോൾ 257 രൂപയിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ ആഭ്യന്തര വിപണിയിൽ റബ്ബർ ബോർഡ് പ്രസിദ്ധീകരിച്ച RSS 4ന്റെ വില 231 രൂപ മാത്രമാണ്. വ്യാപാര വില 230 രൂപയുടെ സമീപത്താണ് തുടരുന്നത്. വാഹന വിപണിയിലെ വളർച്ചയെ തുടർന്ന് ടയർ കമ്പനികൾ വലിയ തോതിൽ റബ്ബർ ശേഖരിച്ചതാണ് അന്താരാഷ്ട്ര വിലക്കയറ്റത്തിന് പ്രധാന കാരണം. യൂറോപ്യൻ, ചൈനീസ് കമ്പനികളും വലിയ തോതിൽ ചരക്ക് വാങ്ങിയതോടെ ആവശ്യകത വർദ്ധിച്ചു. കൂടാതെ ക്രൂഡ് ഓയിൽ വില വർധനയും ജാപ്പനീസ് കറൻസിയുടെ ഇടിവും വിപണിയെ സ്വാധീനിച്ചു. 2021 ശേഷം ആസിയാൻ രാജ്യങ്ങളിൽ ചൈനീസ് കമ്പനികൾ ആരംഭിച്ച റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളും ശക്തമായി മുന്നേറുന്നു. ഉൽപാദക രാജ്യങ്ങളിൽ നിന്നു തന്നെ ഉയർന്ന വിലയ്ക്ക് ചരക്ക് ശേഖരിക്കാൻ ഏജൻസികൾ തയ്യാറാകുന്നതും വില ഉയരാൻ കാരണമായി. എന്നാൽ ഈ മുന്നേറ്റം ഇന്ത്യൻ വിപണിയിൽ പ്രതിഫലിച്ചിട്ടില്ല. ടയർ കമ്പനികൾ മുൻകൂട്ടി ഇറക്കുമതി ചെയ്ത റബ്ബർ സംഭരിച്ചിരിക്കുന്നതും ആഭ്യന്തര വിപണിയിൽ ആവശ്യത്തിന് ചരക്കില്ലാത്തതും വില ഉയരാൻ തടസ്സമായി. ഇതിനിടെ തിരഞ്ഞെടുപ്പ് കാലത്ത് റബ്ബറിന്റെ വില സ്ഥിരതാ ഫണ്ടും താങ്ങുവിലയും വീണ്ടും ചർച്ചയാകുന്നത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നു. ഏത് സർക്കാർ വന്നാലും താങ്ങുവില 300 രൂപയാക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.